ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പുനരന്വേഷിക്കാൻ ഇ.ഡി. അന്വേഷിക്കുന്നത് 2016 മുതലുള്ള കേസുകൾ. സ്വകാര്യ ചാനലിന്റെ മറവിൽ വിദേശ ഫണ്ട് എത്തിയതും അന്വേഷണ പരിധിയിൽ. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വിദേശ ഫണ്ട് എത്തിയെന്ന് സ്ഥിരീകരണം. ഇ.ഡി. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള കേസുകൾ ചെന്നൈ യൂണിറ്റിലേക്ക് മാറ്റി. നടൻ പൃഥ്വിരാജിനോട് മുൻപ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ ആദായ നികുതി വകുപ്പ്. സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കത്തോലിക്ക സഭയ്ക്കെന്ന് RSS മുഖപത്രം വിവാദത്തിൽ. വഖഫ് ബില്ലിന് പിന്നാലെ RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞെന്ന് രാഹുൽ ഗാന്ധി. അടുത്ത ലക്ഷ്യം കത്തോലിക്കരെന്ന് VD സതീശൻ. വിമർശനങ്ങൾക്ക് പിന്നാലെ ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുട്ടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? ഒരു കോളേജ് ഉണ്ടോ? അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത്? മലപ്പുറത്തെക്കുറിച്ച് വിവാദ പ്രസംഗവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറം പ്രത്യേക രാജ്യവും സംസ്ഥാനവുമാണോ എന്ന് ചോദ്യം. മലപ്പുറത്ത് ഈഴവർ അടക്കമുള്ളവർ ഭയത്തോടുകൂടിയാണ് കഴിയുന്നത് എന്നും വെള്ളാപ്പള്ളി നടേശൻ. CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് മുൻതൂക്കം. പുതിയ കമ്മിറ്റിയെയും ജനറൽ സെക്രട്ടറിയെയും നാളെ തെരഞ്ഞെടുക്കും. ചർച്ച ചെയ്യാൻ വൈകിട്ട് PB ചേർന്നേക്കും. പാർട്ടി കോൺഗ്രസിൽ ഇന്ന് സംഘടനാ റിപ്പോർട്ട് ചർച്ച. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ. ഉദ്യോഗസ്ഥയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കാൻ പ്രതി സുകാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി. സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയതിനും തെളിവ്. വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി പോലീസ്. മുഖ്യമന്ത്രിയുടെ മകൾ T വീണ പ്രതിയായ മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന ഇന്നു മുതൽ. പരിശോധന നടത്തുക എറണാകുളം വിചാരണ കോടതിയിൽ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പ്രതികൾക്ക് സമൻസ് അയക്കും. ശമ്പള വർധനയ്ക്കായി സമരം ചെയ്ത അംഗൻവാടി ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നോട്ടീസ് നൽകിയത് LDF ഭരിക്കുന്ന തിരുവനന്തപുരം മുഴമയ്ക്കൽ പഞ്ചായത്ത്. അംഗൻവാടി അടച്ചിട്ടതും സർക്കാരിനെതിരെ സംസാരിച്ചതും തെറ്റെന്ന് നോട്ടീസ്. നിലമ്പൂർ വനത്തിൽ 3 ഇടങ്ങളിലായി 3 കാട്ടാനകൾ ചരിഞ്ഞ നിലയിൽ. ജഡം കണ്ടെത്തിയത് മരുത, കാരക്കോട്, കരുളായി എന്നിവിടങ്ങളിൽ. കരുളായിയിൽ കണ്ടെത്തിയത് 6 മാസം പ്രായമുള്ള ആനയെ. കരുളായിയിലെ ആനക്കുട്ടിയെ കടുവ ആക്രമിച്ചതെന്ന് നിഗമനം. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് ആശമാർ. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുവരെ സമരം തുടരും. ആശമാരുടെ നിരാഹാര സമരം 16ാം ദിവസത്തിൽ. ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ കടമെടുത്തിട്ടുണ്ട്. അത് ജപ്തിയുടെ വക്കിൽ ഇപ്പം നിൽക്കുകയാണ്. വഴിയുമില്ല. ആശുപത്രിയിൽ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊക്കി എടുത്തുകൊണ്ടാണ് റോഡ് വരെ പോകുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആലപ്പുഴ തിരുവൻവണ്ടൂരിൽ സഞ്ചാരയോഗ്യമായ വഴിയില്ലാതെ ദുരിതത്തിലായി ഒരു കുടുംബം. 8 വർഷമായി 62കാരൻ തമ്പി ജോൺ ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ചുമലിലേറ്റി. റോഡിന് 3.5 വർഷം മുമ്പ് അനുമതി നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിൽ. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസ്നായകയുമായി ഇന്ന് നയതന്ത്ര ചർച്ച നടത്തും. ദിസ്നായകയെ അധികാരത്തിലേറിയ ശേഷം ഒരു വിദേശ നേതാവ് ലങ്കയിലെത്തുന്നത് ആദ്യം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം വൈകിട്ട് 3:30 ചെന്നൈയിൽ. വൈകിട്ട് 7:30 നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും.